മഞ്ചേശ്വരമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു സിംബോളിക്കായ സാധനം. കാരണം രണ്ട് രീതിയിലാണത് ഇതാവുന്നത്. നേരത്തെ രശ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ UDF ജയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു ഘട്ടത്തിൽ CPM അതിൻ്റെ വോട്ട് UDFന് വേണ്ടി മറിച്ചു കൊടുക്കുന്നു, BJP വിജയിക്കാതിരിക്കുക എന്ന് പറയുന്ന നിലയിൽ. പക്ഷേ ഈ ഇലക്ഷനിൽ അങ്ങനെ നടക്കുമോ, അതോ ഈ CPM അതിൻ്റെ വോട്ട് അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കായിരിക്കും? അത് കാസർഗോഡ് മൊത്തം ജില്ലയിൽ എങ്ങനെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുക? എങ്ങനെ എന്ത് തോന്നുന്നു ശ്രീകുമാർ? എനിക്ക് തോന്നുന്നത് ഇത്തവണ CPM അവരുടെ വോട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രിസർവ് ചെയ്ത് നിർത്താനാണ് സാധ്യത. കാരണം ഓരോ സീറ്റിനും വേണ്ടിയുള്ള പോരാട്ടം അതിശക്തമാണ് ഈ ഇലക്ഷനിൽ. കാരണം CPMനും LDFനും മൂന്നാം തവണ ഭരണം ലഭിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു ചിന്തയിലും ആ ഒരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മഞ്ചേശ്വരം പോലൊരു സ്ഥലത്ത് അത് ലീഗിനായാലും അല്ലെങ്കിൽ കോൺഗ്രസിനായാലും UDFന് ഒരു സീറ്റ് അധികം നൽകേണ്ടത് എന്തിനാ എന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ LDFൻ്റെയോ CPMൻ്റെയോ മനസ്സിൽ വന്നേക്കാം. പക്ഷേ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഒരു പ്രശ്നമുണ്ട്. ഈ CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നൊരു മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അത് പരമ്പരാഗതം ഞാൻ ഉദ്ദേശിച്ചത് CPMന് പൊതുവെ വോട്ട് ചെയ്ത് വരുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ട്. അവിടെ BJP ജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മുസ്ലിം വിഭാഗം പ്രത്യേകിച്ച് പാർട്ടിയോടൊന്നും താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ പാർട്ടിയുടെ ചിന്താഗതി എന്താണെന്നൊന്നും പരിശോധിക്കാതെ അവർ ഒരു പക്ഷേ മുസ്ലിം ലീഗിനോ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ ഈ മഞ്ചേശ്വരത്തുള്ള BJPയുടെ വിജയം എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് മാത്രമേ BJPക്ക് ജയിക്കാനുള്ള വോട്ടുകളുള്ളൂ. മാക്സിമം ചെയ്താൽ അവർക്ക് ജയിക്കാൻ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ ഏക മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്താണ്. പക്ഷേ അവിടെ ഇങ്ങനൊരു പ്രശ്നമുള്ളത് വെച്ചാൽ CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ടേഴ്സ് അവർ സുരേന്ദ്രൻ അല്ലെങ്കിൽ സുരേന്ദ്രൻ അവിടെ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. സുരേന്ദ്രൻ വിജയിക്കുന്ന അവസ്ഥ വരുവാണെങ്കിൽ അവർ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് അതീതമായിട്ട് പാർട്ടി നിർദ്ദേശം അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം എന്ത് തന്നെ ആയാലും അവരൊരിക്കലും അതിന് നിന്ന് കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് ഒരു പാറ്റേൺ പോലെ ഇരിക്കും. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ ഒരു മുസ്ലിം വോട്ടിലെ ഷിഫ്റ്റ് അതിപ്പോൾ പൊതുവേ നമ്മൾ അനലിസ്റ്റുകളായി അവതരിക്കുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മുസ്ലിം വോട്ടിന് ഒരു കൺസോളിഡേഷൻ, മുസ്ലിം വോട്ടിന് ഒരു ഷിഫ്റ്റ് എന്നുള്ളത് അത് നമ്മൾ കണ്ണടച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിങ്ങൾ UDFന് വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ളതൊരു സത്യമായിരിക്കും. പക്ഷെ അതൊരു കൺസോളിഡേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നുള്ള തോന്നലല്ല എനിക്കുള്ളത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്ന അതേ കാരണം കൊണ്ടല്ല ഒരു സമസ്ത മുസ്ലിംകാരൻ UDFന് വോട്ട് ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്ക് രണ്ട് പൊളിറ്റിക്സ് ഉണ്ട്. അതല്ലാതെ മുസ്ലിങ്ങളെല്ലാം കൂടെ ഒലിച്ചു പോകുന്നു എന്നുള്ള തോന്നലിൽ നിന്നല്ല. അതിൽ LDFന് നേരത്തെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിങ്ങളും ഉണ്ട്. അവർക്ക് പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ചില പരിഭവങ്ങളും ചില പരാതികളും LDFനോട്ടുണ്ട്. LDFന് രാഷ്ട്രീയ നിലപാടുകളോട്ടുണ്ട്. അത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, സെക്കുലർ ആയിട്ടുള്ള മനുഷ്യർക്കും മുസ്ലിം ലീഗിന് CPMൻ്റെയും LDFൻ്റെയും ചില നിലപാടുകളോടുള്ള എതിർപ്പുണ്ട്. ആ എതിർപ്പ് പ്രതിഫലിച്ചിട്ടുണ്ട്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ LDFന് സാധിക്കുന്നു എന്നുള്ളതാണ് അത് വെച്ചിട്ടാണ് നമ്മളിത് കണക്കാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPM ഈ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ചില ആഘോഷങ്ങൾ ഇപ്പം CPM ആഘോഷിക്കാറില്ല. അതായത് ആരെ ആഘോഷിച്ചത് കൊണ്ടാണോ ഇത്രയധികം CPMൻ്റെ ഇമേജ് മോശമായത്, ആ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പം CPM തൊടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടിയിരിക്കും. നമ്മളത് ഒരു പുറത്തു നിന്നുള്ള ഒരു കൺജക്ചേഴ്സിന് പകരം നമ്മൾ അവിടുത്തെ മനുഷ്യരോട് സംസാരിക്കുന്നത് അതല്ല, അതൊരു ഒരു കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് കേരളത്തിലെ ഒരു സെക്ഷൻ ഓഫ് വോട്ടേഴ്സ് അവരെ കണക്കാക്കുന്നത് അത്ര ലോജിക്കലായിരിക്കും എന്നുള്ള തോന്നൽ എനിക്കില്ല. അതിൽ ഇപ്പം രശ്മി കാസർഗോഡ് നിന്നുള്ള പ്രധാന നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജില്ലയിലെ 5 സീറ്റും നമ്മൾ ഇത്തവണ പിടിക്കുന്ന ഒരു നിലയിലുള്ള കോൺഫിഡൻസോടു കൂടിയാണ് പറയുന്നത്. തിരിച്ച് അവിടുത്തെ കാസർഗോഡ് നിന്നുള്ള MP ആയ കോൺഗ്രസിൻ്റെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ ഈക്വലായിട്ട് കോൺഫിഡൻ്റായിട്ടാണ് പറയുന്നത് ഇത്തവണ CPM LDFന് ഒരു സീറ്റും ജില്ലയിൽ കിട്ടത്തില്ല. BJPയുടെ അവർ മിനിമം 2 സീറ്റെങ്കിലും മഞ്ചേശ്വരവും കാസർഗോഡും ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു നിലയിലാണ് അവർ ഇത് ചെയ്യുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവകാശവാദങ്ങൾക്ക് ഉറപ്പല്ല. അത് നമുക്ക് ഈ സ്ഥാനാർത്ഥികൾ കൂടെ ആരാണെന്ന് തെളിയുമ്പോഴത്തേക്ക് വരാം. പക്ഷേ LDFൻ്റെ 3 സീറ്റുകളെന്ന് പറയുന്നത് തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, പിന്നെ ഇതാണെന്ന് തോന്നുന്നു ഉദുമ.
ഈ 3 സീറ്റുകളിലും അവർക്ക് വളരെ പുതുമ കോൺഗ്രസും ജയിക്കുന്ന സീറ്റാണ്. കോൺഗ്രസും ജയിക്കുന്ന സീറ്റാണ്. കാരണം കെ പി കുഞ്ഞിക്കണ്ണൻ പണ്ട് 87 ജയിച്ചൊരു സീറ്റാണ് ഉദുമ എന്ന് പറയുന്നത്. പക്ഷേ ഉദുമയിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്നത് ലീഗുകാരാണെന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. ഈ ലീഗുകാർ അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, അങ്ങനെ ആ സീറ്റ് നഷ്ടപ്പെടുകയാണ് പതിവ്. ഉദുമ ശരിക്കും കോൺഗ്രസ് സീറ്റ് തന്നെയാണ്. കോൺഗ്രസിന് രാഷ്ട്രീയപരമായിട്ട് തന്നെ ശക്തിയുള്ള സ്ഥലമാണ്, പൊതുവെ നല്ല കമ്മിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ലീഗുകാർ ചിലപ്പോൾ പാലം വലിക്കും എന്നുള്ളൊരു ഭീതി എപ്പോഴും ഈ കോൺഗ്രസ്സുകാർക്ക് അവിടെയുണ്ട്. കാരണം കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാതിരിക്കാൻ, ഇത് 2021 മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാതിരിക്കാൻ ലീഗും CPM-ഉം തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുള്ള ആരോപണം അവിടെയുള്ള കോൺഗ്രസ്സുകാർ പല ഘട്ടങ്ങളിലായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സംസ്ഥാന തലത്തിൽ ലീഗിൻ്റെ ആ ഒരു ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം അതിലേക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം കാസർഗോഡ് ജില്ലയിൽ 87-നൊക്കെ ശേഷം പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ വിജയിച്ചില്ല. അതിന് പ്രധാന കാരണം ഇപ്പോൾ ലീഗ് പൂർണ്ണമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും അവിടെ. പക്ഷേ ഇതുവരെ അതുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ 2026-ൽ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികളും രാഷ്ട്രീയ സാഹചര്യം മാറി വന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ ഒരു റീതിങ്കിങ് ലീഗിൽ ഉണ്ടായേക്കാം, അത്രേ ഉള്ളൂ.